പക്ഷെ മനസ്സിനെ ഞെക്കുന്ന ഒരു കാര്യം അവതരിപ്പിക്കാനാണ് ഞാൻ ഇവിടെ വന്നത്. ഞെട്ടരുത്. ഒരുപാട് പഠിച്ചെന്ന് കരുതി അതിന്റെ അഹങ്കാരം ലെവലേശം പോലും ഇല്ലാത്ത പെണ്ണാതാൻ. അത് അമ്മ അറിയണം. ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല, ഞാൻ നേരെ ചിറാപുഞ്ചിരി പോയി മണം വിൽക്കാൻ പോകുന്നു. പഠിച്ച പെൺകുട്ടികളല്ല അഹങ്കാരികളല്ലെന്ന് അമ്മ മനസ്സിലാക്കണം. അങ്ങനെ ഒരു മാനസികാവസ്ഥയിലേക്ക് അമ്മ എത്തിയേ മതിയാവൂ. എന്നിട്ട് പിന്നെ എങ്ങനെ 10ാം ക്ലാസ് തോറ്റവളാന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചതിന്റെ പേരില അവളെ ഞാൻ എന്റെ വീട്ടിലേക്ക് കൈപിടിച്ച് കയറ്റിയത്. സ്വാഭാവികം. അത് കള്ളമാണെന്ന് മനസ്സിലാക്കാൻ ഈ റാങ്ക് കിട്ടുന്നവരെ ഞാൻ കാത്തിരിക്കേണ്ടി വന്നു. റാങ്ക് കിട്ടുന്നത് ഒരു കുറ്റമാണോ ആന്റി? കൊച്ചിന്റെ കാഴ്ചപ്പാടിൽ അത് കുറ്റമല്ലായിരിക്കാം. എന്നാൽ എന്റെ വീട്ടിൽ പഠിച്ച മരുമകൾ വേണ്ടാന്ന് നിർബന്ധമുള്ള അമ്മായിയമ്മയാ ഞാൻ. നല്ല കുടുംബങ്ങൾക്ക് ഒരു സംസ്കാരമുണ്ട്, നമ്മൾ കാത്തു സൂക്ഷിക്കണ്ടേ? അത് അവക്ക് മനസ്സിലായതുകൊണ്ടാവണം ഈ റാങ്കിന്റെ കഥ ഞാൻ അറിയുന്നതിന് മുമ്പേ അവള് വീട് വിട്ടു പോയത്. ഞാൻ തെറ്റാണോ? ചിപ്സ് ഉണ്ടാക്കാൻ പഠിച്ചല്ലോ, ഇനി പതിയെ പതിയെ ഓരോന്നായിട്ട് പഠിക്കാം. ഉണ്ടാക്കാൻ പോകുന്നതിന്റെ പേരാണ് ബീഫ് ഹലുവ. അതായത് അലുവയിലില്ലേ ബീഫ് അങ്ങ് നിറച്ചത്. ഇപ്പൊ ചതുരാകൃതി കിട്ടിയില്ലേ നമുക്ക്. ഇനി നല്ല ബീഫ് ഫ്രൈ എടുത്തിട്ട് ഇതിലേക്ക് അങ്ങോട്ട് നിറയ്ക്കുക. എല്ലാരും വായിലും വെള്ളം വരുന്നുണ്ടാവും എനിക്കറിയാം. അങ്ങനെ എന്റെ ശിക്ഷണത്തിൽ ഓരോന്ന് പഠിച്ചിട്ട് തനിക്കൊരു IAS കാര്യാവാം. എന്നാ പിന്നെ ഞാൻ മറ്റേ എടുക്കട്ടെ. മറ്റേത് ഏത്? ഇന്ത്യൻ അടുക്കള സർവീസ്. IPS-ലും അങ്ങനെ മറ്റെന്തെങ്കിലും പേരുണ്ടോ? എനിക്കറിയില്ല. നാണമുണ്ടോ പോത്തെ തനിക്ക്? നാണമുണ്ടോ? അല്ല, പുരുഷന്മാരെ മൊത്തം അവമാനിക്കാണ്ട് തന്നെ പോലെ ഒറ്റ മതിയല്ലോ. എന്താ രണ്ടുപേരും ചിരിക്കുന്നേ? എന്നെ പേടിയില്ലേ? ഇങ്ങോട്ട് നോക്കിയ രണ്ടുപേരും. കോമാളിത്തരം കാണിക്കാൻ ഇവനെ കഴിഞ്ഞേ ഉള്ളൂ. അവൻ മതം പൊട്ടി നിൽക്കുന്ന ആനയാണ്. 2 തേങ്ങെങ്കിലും കുത്തി മറിക്കാതെ അവൻ അടങ്ങില്ല. അയ്യോ, മക്കള് കരയില്ലേ? അച്ഛനൊരു തമാശ കാണിച്ചല്ലേ, പേടിച്ചു പോയോ? ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.